അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളിൽ കുറേ അധികം പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തുവന്ന രേഖകളിൽ പുതിയ വെളിപ്പെടുത്തലുകളൊന്നുമില്ല. എപ്സ്റ്റീൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച പ്രമുഖരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ചിന്തകനായ നോം ചോംസ്കി, മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ഗായകൻ മൈക്കൽ ജാക്സൺ തുടങ്ങി പലരുടെയും ചിത്രങ്ങളുണ്ട്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ധാരാളം ചിത്രങ്ങളും വെളിയിൽ വന്നു. പക്ഷേ അവയൊന്നും ഇവരൊക്കെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതിനോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യം നടത്തിയതിനോ തെളിവാവുന്നില്ല. എന്നാൽ ഈ ചിത്രങ്ങളും രേഖകളും പുറത്തു വന്നതോടെ അമേരിക്കൻ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാവുകയാണ് ചെയ്യുന്നത്. ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ഈ രേഖകൾ പ്രചരിപ്പിക്കുന്നു. റിപ്പബ്ലിക്കന്മാരിൽ ഒരു വിഭാഗം ബിൽ ക്ലിന്റനും ഡെമോക്രാറ്റുകൾക്കുമെതിരെ ഇവ ഉപയോഗിക്കുന്നു. ട്രംപ് അനുകൂലികളിൽ വലിയ വിഭാഗം ഇപ്പോഴും രോഷാകുലരാണ്. അവർ ആരോപിക്കുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് നിർണായക വിവരങ്ങളൊന്നും പുറത്തുവിടാതെ നിരുപദ്രവകരമായ കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടത് എന്നാണ്. അവരുടെ പ്രധാന ആരോപണം എപ്സ്റ്റീൻ കേവലം ഒരു ലൈംഗിക കുറ്റവാളി മാത്രമല്ല എന്നാണ്. എപ്സ്റ്റീൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജന്റാണെന്നും പ്രമുഖരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അമേരിക്കയുടെ വിദേശ നയങ്ങളെ സ്വാധീനിച്ച് ഇസ്രായേൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളായിരുന്നുവെന്നുമാണ് അവരുടെ പ്രധാന വാദം. ഈ ആരോപണത്തിന് കൃത്യമായ തെളിവുകളൊന്നുമില്ലെങ്കിലും അവർ ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ രേഖകൾ പുറത്തുവിടണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്താണ് മാഗ ക്യാമ്പിൻ്റെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനം? ഈ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അതോ കേവലം കോൺസ്പിരസി തിയറി മാത്രമാണോ? എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജന്റാണ് എന്ന വാദത്തിന് അടിസ്ഥാനമായി മാഗ ക്യാമ്പ് ഉയർത്തുന്ന പ്രധാന തെളിവ് എപ്സ്റ്റീൻ കേസുകളിലെ സഹകുറ്റവാളിയും എപ്സ്റ്റീൻ്റെ ഗേൾഫ്രണ്ടുമായ ഗിസലൈൻ മാക്സ്വെൽ തന്നെയാണ്. ഗിസലൈൻ മാക്സ്വെൽ ഇപ്പോൾ ജയിലിലാണ്. ഗിസലൈൻ ബ്രിട്ടീഷ് ബിസിനസ്സുകാരനായ റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകളാണ്. ചെക്കസ്ലോവാക്കിയയിൽ ജനിച്ച റോബർട്ട് മാക്സ്വെൽ നാസി വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജൂത വംശജനാണ്. ബ്രിട്ടനിൽ അഭയം തേടിയ മാക്സ്വെൽ ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനത്തിന് മുന്നോടിയായി അവിടെയുള്ള സയനിസ്റ്റ് ഭീകര സംഘടനകൾക്ക് ആയുധം എത്തിച്ചു നൽകിയിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിലായിരുന്നു മാക്സ്വെൽ. പിന്നീട് വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ സ്വന്തമാക്കി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് MP-യുമായിരുന്നു. മുൻ മൊസാദ് ചാരനും ആയുധ കച്ചവടക്കാരനുമായ അരി ബെൻ മെനാഷിൻ്റെ പ്രശസ്തമായ പുസ്തകം പ്രോഫിറ്റ്സ് ഓഫ് വാർ, അതിനു മുമ്പ് ഇസ്രായേൽ ആണവായുധങ്ങളെപ്പറ്റി വെളിപ്പെടുത്തിയ ഇസ്രായേലിലെ ആണവശാസ്ത്രജ്ഞൻ മൊർദഖായ് വനൂനുവിനെ ഉദ്ധരിച്ചെഴുതിയ ദ സാംസൺ ഓപ്ഷൻ, ഇസ്രായേൽസ് ന്യൂക്ലിയർ ആഴ്സണൽ ആൻഡ് അമേരിക്കൻ ഫോറിൻ പോളിസി എന്നീ പുസ്തകങ്ങളിൽ മാക്സ്വെല്ലിൻ്റെ മൊസാദ് ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുണ്ട്. മൊർദഖായ് വനൂനുവിനെ മൊസാദ് ബ്രിട്ടനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മാക്സ്വെല്ലിൻ്റെ ഉടമസ്ഥതയിലുള്ള മിറർ പത്രത്തിലെ ചിലർക്കുള്ള പങ്കും പിന്നീട് വെളിയിൽ വന്നിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മാക്സ്വെല്ലിൻ്റെ മൊസാദ് ബന്ധം ചർച്ച ചെയ്യാനിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ റോബർട്ട് മാക്സ്വെൽ തൻ്റെ വിനോദ നൗകയിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. മരണകാരണം ഹൃദയസ്തംഭനവും മുങ്ങിമരണവുമാണ് എന്നൊക്കെയാണ് രേഖകളിൽ ഉള്ളതെങ്കിലും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ആ മരണം. റോബർട്ട് മാക്സ്വെൽ ഇസ്രായേൽ സൂപ്പർ സ്പൈ, ദ ലൈഫ് ആൻഡ് മർഡർ ഓഫ് എ മീഡിയ മൊഗ്യൂൾ എന്ന മാക്സ്വെല്ലിൻ്റെ മരണത്തിന് 10 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ പുസ്തകത്തിൽ മാക്സ്വെല്ലിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ഉപയോഗിച്ചു പോന്ന പ്രോമിസ് എന്ന പേരിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഡ് വേർഷൻ ഇസ്രായേലിന് ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് കൈമാറിയ കേസിലും മാക്സ്വെല്ലിൻ്റെ പങ്ക് പിന്നീട് വെളിപ്പെട്ടിരുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രായേൽ അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ആരോപണം. ഈ കേസിനെപ്പറ്റി അന്വേഷിച്ച് പുസ്തകം എഴുതിയ മാധ്യമപ്രവർത്തകൻ ഡാനി കാസലാറോയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. മാക്സ്വെൽ മരിച്ച ശേഷം മൃതദേഹം അടക്കം ചെയ്തത് ജെറൂസലേമിലെ ഒലീവ് മൗണ്ടിലാണ്. ഇവിടെ ഇസ്രായേലിലെ യുദ്ധവീരന്മാരെ സംസ്കരിക്കുന്ന സ്ഥലമാണ്. മാക്സ്വെല്ലിൻ്റെ സംസ്കാര ചടങ്ങിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇസ്ഹാഖ് ഷമീറും പ്രസിഡന്റ് ഷെയ്ം ഹെർസോഗുമൊക്കെ പങ്കെടുത്തിരുന്നു. മൊസാദിൻ്റെ അന്നത്തെ തലവന്മാരും മുൻ തലവന്മാരും ഒക്കെ പങ്കെടുത്ത സംസ്കാര ചടങ്ങ്. ഇസ്രായേലിന് വേണ്ടി മറ്റാരേക്കാളും മികച്ച സേവനം നൽകിയയാളെന്നാണ് ഇസ്ഹാഖ് ഷമീർ മാക്സ്വെല്ലിനെ അനുസ്മരിച്ചത്. വിശ്വസ്തനായ സേവകനെന്നായിരുന്നു ഹെർസോഗിൻ്റെ അനുസ്മരണം. ഇസ്രായേൽ പൗരത്വമുള്ള ആളായിരുന്നില്ല മാക്സ്വെൽ എന്നതും ശ്രദ്ധിക്കുക. ഒരേ സമയം മൊസാദിൻ്റെയും ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6-യുമായും KGB-യുമായും ബന്ധമുണ്ടായിരുന്നയാളാണ് മാക്സ്വെൽ എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക രേഖകളായി തന്നെയുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടിയാണ് മാക്സ്വെൽ ഉപയോഗപ്പെടുത്തിയത്. റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകൾ ഗിസലൈൻ മാക്സ്വെല്ലായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാനും അവരെ ഉന്നതർക്ക് കാഴ്ചവെക്കാനും എപ്സ്റ്റീനെ സഹായിച്ചത്. ഗിസലൈനെ എപ്സ്റ്റീൻ കണ്ടുമുട്ടിയത് 1991 എന്നാണ് എപ്സ്റ്റീൻ കോടതിയിൽ കൊടുത്ത മൊഴി. എന്നാൽ ഇസ്രായേൽ ചാരനായി പ്രവർത്തിച്ച അരി ബെൻ മെനാഷ് പറയുന്നത് ഗിസലൈനെ എപ്സ്റ്റീന് 80കളിൽ തന്നെ താൻ പരിചയപ്പെടുത്തി എന്നാണ്. മൊസാദിനു വേണ്ടി അന്നു മുതലേ ഹണി ട്രാപ്പുകൾ നടത്തിയിരുന്നു എന്നും
മെനാഷ് പറയുന്നു. മാക്സ്വെല്ലിൻ്റെ മരണശേഷമാണ് ഇരുവരും കണ്ടുമുട്ടിയത് എന്നും വേട്ട തുടങ്ങിയത് എന്നുമാണ് കോടതി രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശരി, എന്നാൽ മൊസാദുമായും KGBയുമായും ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരാളുടെ മകൾ അമേരിക്കയിലെത്തുമ്പോൾ അമേരിക്കൻ ഏജൻസികൾ അതേക്കുറിച്ച് അന്വേഷിച്ചില്ലേ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വരെ അതിഥിയാക്കി പെൺകുട്ടികളെ കാഴ്ചവെക്കുകയും നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വരെ അടുത്ത ചങ്ങാതിയാവുകയും ചെയ്തയാളാണ് എപ്സ്റ്റീൻ. ശാസ്ത്ര, സാങ്കേതിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എപ്സ്റ്റീൻ്റെ അതിഥികളാവുകയും ചെയ്തു. എന്നിട്ടും ഇതൊന്നും അമേരിക്കൻ ഏജൻസികൾ അറിഞ്ഞില്ല എന്നാണോ? ഇവിടെയാണ് എപ്സ്റ്റീനെതിരെ നടന്ന ആദ്യ കേസിലും അറസ്റ്റിലും അമേരിക്കൻ ഭരണകൂടം അയാളെ സഹായിച്ച കാര്യം മാഗ ക്യാമ്പ് ചൂണ്ടിക്കാട്ടുന്നത്. എപ്സ്റ്റീനെ ആദ്യം കുട്ടികളെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ ഫ്ലോറിഡ ഭരണകൂടം എപ്സ്റ്റീനുമായി ഒരു ധാരണയിലെത്തി. എപ്സ്റ്റീനെതിരെ 1.5 വർഷം തടവ് കിട്ടാവുന്ന കുറ്റം മാത്രം ചുമത്തി. ഫെഡറൽ കേസുകളൊന്നും ഭാവിയിൽ പോലും ഉണ്ടാവില്ലെന്ന കരാറിലെത്തി. ഇരകളുടെ വിവരങ്ങൾ മറച്ചുവെച്ചു. അന്നത്തെ സോളിസിറ്ററായിരുന്ന അലക്സാണ്ടർ അക്കോസ്റ്റ പിന്നീട് ട്രംപ് ഭരണകൂടത്തിലെ ലേബർ സെക്രട്ടറിയായി. ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് അക്കോസ്റ്റ രാജിവെക്കുകയായിരുന്നു. ഇവിടെയാണ് ട്രംപിൻ്റെ തന്നെ ക്യാമ്പ് എപ്സ്റ്റീൻ്റെ മൊസാദ് ബന്ധം ട്രംപ് ഭരണകൂടം തന്നെ ഒളിച്ചു വെക്കുന്നു എന്ന് സംശയിക്കുന്നത്. ട്രംപും എപ്സ്റ്റീൻ്റെ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് എന്ന് അവർ ന്യായമായും സംശയിക്കുന്നു. ട്രംപ് മാത്രമല്ല, ഡെമോക്രാറ്റ് പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റണും എപ്സ്റ്റീൻ്റെ അതിഥിയായിരുന്നു. നിലവിൽ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളാണെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില ചർച്ചകൾക്ക് എപ്സ്റ്റീൻ ഫയൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് അമേരിക്ക നൽകുന്ന പിന്തുണ അവിടെ സജീവ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ആ പിന്തുണയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്താണ് എന്നാണ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ ചോദ്യമുന്നയിക്കുന്നത്. അമേരിക്ക ചെയ്തു പോന്ന യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു എന്നും അവർ ചോദിക്കുന്നു. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ ചോരക്കറ അമേരിക്ക പേറുന്നത് എന്തിനാണ് എന്ന് അവർ സംശയിക്കുന്നു. അതിനുമപ്പുറം ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന സംശയവും ഉയരുന്നു.